പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അടച്ചിട്ട ഇടുക്കി വാഗമണിലെ ചില്ലുപാലം തുറക്കാൻ നടപടിയില്ല. വാഗമണിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമായ ചില്ലുപാലം 3 മാസം മുൻപാണ് അടച്ചത്. ടൂറിസം വകുപ്പ് ഡയറക്ടർ അനുമതി നൽകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ചില്ലുപാലത്തിൽ കയറാൻ ആഗ്രഹിച്ചെത്തുന്ന നിരവധി പേർ നിരാശരായി മടങ്ങുകയാണ്. വാഗമണിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആഗ്രഹങ്ങളിലൊന്നാണ് മലമുകളിലെ ആ കൂറ്റൻ ചില്ലുപാലത്തിൽ കയറുക എന്നത്. പക്ഷേ കഴിഞ്ഞ 3 മാസമായി ആ ആഗ്രഹവുമായി എത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ്. 2023 സെപ്റ്റംബറിൽ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ 40 മീറ്റർ നീളത്തിലുള്ള ചില്ലുപാലത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാലം ഹിറ്റായി. ഇതോടെ ചില്ലുപാലം കാണാൻ വാഗമണിലേക്ക് സഞ്ചാരികൾ ഒഴുകി. ഒരേ സമയം 15 പേർക്ക് പാലത്തിൽ കയറാം. 5 മിനിറ്റ് ചെലവഴിക്കാൻ 280 രൂപയാണ് ഈടാക്കുന്നത്. ഒരു ദിവസം 1500 സന്ദർശകർക്കാണ് ചില്ലുപാലത്തിൽ സന്ദർശിക്കാൻ സൗകര്യം ഒരുക്കിയിരുന്നത്. മഴക്കാലത്ത് ചില്ലുപാലത്തിലെ അപകടം മുന്നിൽ കണ്ടാണ് ടൂറിസം ഡയറക്ടർ പാലം അടയ്ക്കാൻ നിർദ്ദേശിച്ചത്. കാലാവസ്ഥ അനുകൂലമായിട്ടും ഇതുവരെ പാലം തുറന്നു നൽകാൻ വകുപ്പ് തയ്യാറായിട്ടുമില്ല. മറ്റു കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാവർക്കും ഒരു പിള്ളേരൊക്കെ ആണെങ്കിലും പറഞ്ഞു വിട്ടത് നല്ലൊരു സംഗതിയാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. അതുമാത്രം എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബാക്കി മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ക്ലൈമറ്റ് അല്ലാതെ വരുന്നുണ്ട്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നാണ് വാഗമണിലേക്ക്. ഇവിടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറാൻ വെച്ച് വന്നപ്പോഴേക്കും ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരിക്കുന്നു. അത് 3 മാസമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും എഫർട്ട് ഇട്ട് ഇവിടെ വന്നിട്ട് കയറാൻ പറ്റിയില്ല. അതിന് വിഷമം ഞങ്ങൾക്കുണ്ട്. ചില്ലുപാലം എന്ന് തുറക്കാനാകുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് മറുപടിയില്ല. പാലത്തിൽ കയറാൻ മോഹിച്ചെത്തുന്നവരും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നതും സ്ഥിര സംഭവമാണ്. പാലത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 70% നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനിക്കും 30% DTPCക്കുമാണ്. 1 മാസം കൊണ്ട് 1 കോടിയിലധികം രൂപയുടെ വരുമാനവും DTPCക്കുണ്ടായി. നിലവിൽ കോടികളുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില്ലുപാലം സന്ദർശകർക്ക് തുറന്നു നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നതും. ജനം, ഇടുക്കി.